ഹായ്, നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയൽ ചെയ്ത ആരാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇൻറ്റീരിയൽ തൊട്ട് നമുക്കൊന്ന് കാണാം, വീട് തൊട്ട് കാണാം. ഇൻറ്റീരിയൽ ഡിസൈൻ ചെയ്തത് നമ്മുടെ സജീഷ് സാറാണ്. ഇൻസൈഡ് ഇൻറ്റീരിയൽസ്, ഇൻസൈഡ് കേട്ടാ. കൊച്ചുവേളിയിലാണ് രശ്മി ഓഫീസ്, കൊച്ചുവേളിയിലാണ്. ഇൻസൈഡ് ആണ്. അടിപൊളിയല്ലേ? എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടാ. അപ്പോൾ ഇൻറ്റീരിയലാണ് ഒരു വീടിൻ്റെ ഏറ്റവും വലിയ കാര്യം. അല്ലേ? അത് നമുക്ക് മനസ്സിലാക്കി തന്നത് സജീഷ് സാറാണ്. ഓരോ മുക്കും മൂലയും അദ്ദേഹം വന്നിരുന്ന് പറഞ്ഞു തന്ന്. ഇത് കൊച്ചിൻ്റെ സ്റ്റഡി റൂമാണേ. എങ്ങനെയുണ്ട് സ്റ്റഡി റൂം? അപ്പോൾ നമ്മൾ വെഡ് പോയിന്റിലെ ചേട്ടനാണ് വീഡിയോ ചിത്രീകരിച്ചത്, വീഡിയോഗ്രാഫർ. ഇത് കുഞ്ഞിൻ്റെ റൂമാണ് അല്ലേ? അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് അല്ലേ, ഹാളാണ്. ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് ലിവിങ് ഏരിയയിലെ ഇൻറ്റീരിയലൊക്കെയാണ്. ഇത് സജീഷ് സാറിൻ്റെ മോള് തന്നെ വെച്ച് തന്നതാണ്. ശരി, ഇത് നമ്മുടെ ബെഡ്റൂമാണ്. ബെഡ്റൂമൊക്കെ അടിപൊളിയായിട്ട്, മാസ്റ്റർ ബെഡ്റൂമാണ്, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെറ്റ് ചെയ്ത് തന്നു. ഇത് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് അകത്തോട്ട് അല്ലെ, ബെഡ്റൂമിൻ്റെ അകത്തോട്ട് കയറുന്നതാണ്. പല പല വ്യൂസിൽ കാണിക്കാൻ. ഇത് മോൻ്റെ റൂമാണേ. മോൻ്റെ റൂമും ബ്ലൂ തീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻറ്റീരിയലൊക്കെ കണ്ടാ എല്ലാം വളരെ സെറ്റാക്കി പുള്ളിക്കാരൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ കിച്ചൻ്റെ ഓപ്പൺ കിച്ചനാണ്. അത് ഉള്ളിലോട്ട് ചെന്നിട്ട് വർക്ക് ഏരിയ. ഇത് വന്നിട്ട് ഓപ്പൺ കിച്ചൻ്റെ പുറമേയുള്ള സൈഡ്. ഇത് നമ്മൾ കോട്ടയാട് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട്. ഇത് അമ്മയുടെ ബെഡ്റൂം സിമ്പിളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ലിവിങ് ഏരിയയിൽ TV ഇങ്ങനെ കറങ്ങുന്ന ടൈപ്പാണ് പുള്ളിക്കാരൻ വെച്ച് ചെയ്യുന്ന റൊട്ടേഷൻ ടൈപ്പ്. ഇത് ഒക്കെ ഇൻറ്റീരിയൽ അവർ തന്നെയാണ് സെറ്റ് ചെയ്ത് തന്നെ കേട്ടാ. അപ്പോൾ ഫുൾ ഇൻറ്റീരിയൽ ഒന്നുകൂടെ കാണിക്കാം. പിന്നെ ഈ കാർപോച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതെല്ലാം നമ്മൾ ഓപ്പൺ ടെറസിൻ്റെ അവിടെ സെറ്റ് ചെയ്തതാണ്. ഇത് ഒരു ചെറിയ ബാർ കൗണ്ടർ പോലെയൊക്കെ അദ്ദേഹം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട്. ഇത് മോൻ്റെ റൂമിൻ്റെ ചെറിയ വശങ്ങളാണ്. മോൻ്റെ റൂമാണ്. പല പല ആംഗിളിൽ കാണിക്കുന്നതേ ഉള്ളേ. പക്ഷെ നല്ല വെറൈറ്റി ആയിട്ട് അദ്ദേഹം ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോരോ കാര്യങ്ങളും സിവിൽ വർക്കിലുള്ള പോരായ്മകളും, സിവിൽ വർക്കിൽ നല്ല പോരായ്മകളായിരുന്നു. നല്ല പോരായ്മയാണ് സിവിൽ വർക്കിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം പുള്ളി നൂത്ത് തന്നത് പുള്ളിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഒരുപാട് നന്ദി. സജീഷ് സാർ, ഇൻസൈഡ് ഡിസൈൻസ്. താങ്ക് യു.